ഹലോ ഫ്രണ്ട്സ്, ഇന്നപ്പം അതേ പോകാൻ പോകുന്നത് മറ്റുങ്ങോട്ടല്ല, നമ്മുടെ ബ്രോഡ്വേയിലേക്കാണ്. റീൽസിലൊക്കെ നമ്മുടെ ബ്രോഡ്വേയിലെ വിശേഷങ്ങൾ ഇങ്ങനെ തകർത്തോട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമായപ്പോൾ നമുക്കൊന്ന് ബ്രോഡ്വേയിൽ പോയി ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ദിവസത്തിന് മുന്നോടിയായിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ പതിയെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ തിരക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് പാലാരിവട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ചെന്നിട്ട് ഒരു ചായയൊക്കെ കുടിക്കണം എന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ച് നമ്മൾ എം ജി റോഡുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ ചായ കുടിച്ചത്. നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു ടീ സ്പോട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോകാൻ തുടങ്ങിയാണ് കേട്ടോ. ബ്രോഡ്വേയിൽ എൻട്രി കയറി. തിരക്ക് നന്നായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പുറത്ത് പാർക്ക് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അപ്പം കുറച്ച് എവിടെയാണോ വണ്ടിയുടെ തിരക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ട് വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾക്കൊരു പാർക്കിംഗ് സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ ആ പാർക്കിംഗ് സ്പേസിലേക്ക് നമുക്ക് വണ്ടി വെച്ചിട്ട് പതിയെ നടക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. നമുക്ക് പോകേണ്ടത് മദർ ബസാറിലേക്കാണ്. അവിടെ എന്തായാലും നല്ല തിരക്കുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ലൈനായിട്ട് വന്ന് കയറിയതും ഇറങ്ങിയതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഇനിയും ദിവസം കഴിയുന്തോറും തിരക്ക് കൂടി വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത്. സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് കയറണം. അങ്ങനത്തെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇനി സ്പോട്ടിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. എന്തിനാ സംഭവം കൊള്ളല്ലേ? ഈ ഒരു സംഭവം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലൂട്ടനോ അച്ഛനും വേണ്ടിയിട്ട് നമുക്കിത് മേടിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇത് ഈ ഒരു സ്പോട്ട്, ഈ ഒരു കട ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നില്ല. ഇവിടുത്തെ ലൈറ്റിങ്ങിന് തന്നെയാണ് ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് കേട്ടോ. വേറൊന്നുമല്ല, ആൾക്കാരെല്ലാം നിരനിരയായിട്ട് വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് മാത്രം വരുന്ന ഒരു സ്പോട്ടായിട്ട് ഈ ഒരു ഷോപ്പ് മാറിയിട്ടുണ്ട്. നമ്മളും അത് തെറ്റിച്ചിട്ടില്ല. ഞാനും ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് തന്നെ 2 ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ആരോ അവിടെ ഒളിച്ചും പാത്ത് കളിക്കുന്നത്. കുറേ നേരം ഇയാളെ താന്നിരുന്ന് കഴിഞ്ഞപ്പോൾ കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നതിന് ശേഷമാണ് കേട്ടോ ഒരു കുഞ്ഞു വന്നത്. നമുക്ക് എന്തോ കാണുമ്പോൾ ഒരു പ്രത്യേകം നമുക്ക് മുഖത്ത് തന്നെ ചിരി വരുന്നത്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ പോകാനെ കൊണ്ടുള്ളത് ആയി. നമ്മൾ ഈ വഴിയാണ് കേട്ടോ വെളിയിലേക്ക് ഇറങ്ങുന്നത്. തിരികെ വന്നപ്പോൾ പെട്ടെന്ന് നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് വിത്തൗട്ട് ഇൻഫർമേഷൻ ഫൈറ്റ് എവരി ടൈം. വൈഫിൻ്റെ ഫുൾ ഫോം ആണ് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.